ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി നബിയേ, എന്റെ മാതാപിതാക്കൾ ആറടി മണ്ണിലാ നബിയേ, അവർക്ക് വേണ്ടി ഇനി എന്തെന്ന് ഞാൻ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനി എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കൾക്കും നിന്നോട് ബാധ്യതയുണ്ട്. ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിനക്ക് ചില ബാധ്യതകൾ ചെയ്യാനുണ്ട്. ഒന്നാമതായി പറയുന്നത് എന്തെന്നറിയോ? നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ, അവർക്ക് വേണ്ടി സ്വതക്കകൾ നിങ്ങൾ കൊടുക്കണേ. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വതക്ക കൊടുക്കല് മാതാപിതാക്കളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് നിന്റെ ബാധ്യതയാണ്. ചെറുപ്പക്കാരാ, നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ഖബറിന്റെ സ്ഥാനത്ത് ചെന്നിട്ട് അവരോട് പൊറുക്കലിനെ തേടല്, അവർക്ക് വേണ്ടി സദഖ കൊടുക്കൽ അവരോടുള്ള ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി പറയുകയാ, നമ്മുടെ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുണ്ടല്ലോ, ഉപ്പയുടെ ബന്ധുക്കള്, ഉമ്മയുടെ ബന്ധുക്കള്, അവരോട് നീ സ്നേഹബന്ധം പുലർത്തണേ, അവരോട് നീ നല്ല രീതിയിൽ പെരുമാറല്. മരണശേഷം നമ്മുടെ ഉപ്പയോട് നമ്മുടെ ഉമ്മയോടുമുള്ള ബാധ്യത പൂർത്തിയാക്കലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.